പ്യാരെ ബച്ചോ ആദാബ്. എല്ലാവർക്കും ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദാബ്. കഴിഞ്ഞ ദിവസം വിക്ടേഴ്സ് ചാനലിൽ വന്ന ക്ലാസ്സിൻ്റെ ഒരു ആവർത്തനം എന്ന പോലെ എടുക്കുന്ന ചെറിയ ഒരു ക്ലാസ്സാണ് ഇത്. വിക്ടേഴ്സ് ചാനലിൽ വന്ന ക്ലാസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. അതിൽ പറഞ്ഞപ്പോൾ 2-3 പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ നമുക്കൊന്നുകൂടി വിശകലനം ചെയ്യാം. ആദ്യമായി നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുക്കുക. നമുക്ക് പാഠഭാഗം ഒന്ന് വായിച്ച് പോവാം. ഈ പാഠം കണ്ടില്ലേ? ഒന്നാമത്തെ പാഠം പാലേം പോസേം എന്നാണ്. ഒരു വീടിൻ്റെ ചുറ്റുപാടാണ് ഇവിടെ പറയുന്നത്. വീടിൻ്റെ ചിത്രം നിങ്ങൾ കാണുന്നുണ്ട്. വീട്ടിൽ ഒരു കസേരയിൽ മുത്തച്ഛൻ ഇരിക്കുന്നുണ്ട്. ഒരു പൂച്ചയുണ്ട്. തൊട്ടപ്പുറത്തൊരു പട്ടിയുണ്ട്. കുട്ടികൾ മുറ്റത്ത് കളിക്കുന്നുണ്ട്. കോഴിയുണ്ട്. അതുപോലെ ഒരുപാട് ചിത്രങ്ങൾ നിങ്ങളിതിലൂടെ കാണുന്നുണ്ട്. നമുക്ക് ഒന്ന് ഓടിച്ച് വായിച്ചു പോവാം. കിത്തിന അച്ഛ ഗർഹേ മേല. ഞാൻ ഈ മൗസ് വെക്കുന്ന സ്ഥലം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. कितना अच्छा घर है मेरा, कितना प्यारा घर है मेरा. अब्बा अम्मी दादी दादा भाई बहना सहारा मेरा. तोता मुर्गी बिल्ली कुत्ता जिनसे भरता दिल है मेरा. കവിതയുടെ ആശയം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. കിത്തിന അച്ഛാ ഗർ ഹേ മേര. എൻ്റെ വീട് എന്തുമാത്രം നല്ലതാണ്. എൻ്റെ വീട് കാണാൻ നല്ല ഭംഗി ഉണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. കിത്തിന പ്യാരാ ഘർ ഹേ മേര. എൻ്റെ വീട് എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. അബ്ബ, എൻ്റെ ഉപ്പ വീട്ടിലുണ്ട്. അമ്മി, അമ്മി എന്ന് പറഞ്ഞാൽ ആരാണ്? ഉമ്മ. ദാദ, ദാദ എന്ന് പറഞ്ഞാൽ മുത്തച്ഛൻ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, വല്യുപ്പ. ദാദി, വല്യുമ്മ. ഭായ്, ഭായ് എന്ന് പറഞ്ഞാൽ സഹോദരൻ. ബഹന, സഹോദരി. ഇവരെല്ലാവരും എനിക്ക് ആശ്രയമായിട്ട് എൻ്റെ വീട്ടിൽ ഉണ്ട്. തോത്ത, ഇത് കൂടാതെ ഇപ്പം പറഞ്ഞതൊക്കെ മനുഷ്യരാണ് അല്ലേ, നമ്മുടെ കുടുംബക്കാരാണ്, വീട്ടുകാരാണ്. ഇത് കൂടാതെ തോത്ത, മുറി, ബില്ലി, കുത്ത. തോത്ത എന്ന് പറഞ്ഞാൽ തത്ത അല്ലേ, തത്ത. മുറി, മുറി കോഴി, കോഴിയെ കാണുന്നുണ്ടോ? ഇവിടെ ഉണ്ട് കോഴി. അതുപോലെ ബില്ലി, ബില്ലി പൂച്ച. കുത്ത, കുത്ത എന്ന് പറയുന്നത് പട്ടി, ഇവിടെ ഉണ്ട്. ജിൻസെ ഭർത്താ ദിൽ ഹേ മേര. ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറയുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കുക. സുബ സുബ ദറഖ്തോം സെ ചിടിയോം കി ചഹചഹാഹട്ട് സുനായി ദേ രഹി തി. അതിരാവിലെ മരങ്ങളിൽ നിന്ന് പക്ഷികളുടെ കലപില ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. കിടക്കി സെ ടണ്ടി ടണ്ടി ഹവായേം ആ രഹി തി. ജനവാതിലിലൂടെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. സാത്ത് ഹി മസ്ജിദ് സെ അദാൻ ഔർ മന്ദിർ സെ ഹരികീർത്തൻ കി സ്വദായം ബി ആ രഹി തി. അതോടൊപ്പം തന്നെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി. അദാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക്. മന്ദിർ, മന്ദിർ എന്ന് പറഞ്ഞാൽ അമ്പലം. അമ്പലത്തിൽ നിന്ന് ഹരികീർത്തനവും ആലപിക്കുന്നുണ്ടായിരുന്നു. സുഹ്റ ബാനു നീദ് സെ ജാഗ് ഉട്ടി. സുഹ്റ ബാനു ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു. ഹാത്ത് മുഹ് ധോക്കർ സുബഹ് കി നമാസ് അദാക്കി. അവൾ കൈയും മുഖമൊക്കെ കഴുകിയിട്ട് സുബഹി നമസ്കാരം നിർവഹിച്ചു. ചായ പീനെ കേലിയെ വോ ബാവർച്ചി ഖാനെ മേ ഗയി. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവൾ അടുക്കളയിലേക്ക് പോയി. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോയി. ഇനി നോക്കുക. ഉഠോ അംജദ് ബേട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ മോനെ വിളിക്കണ്ടേ. സുഹ്റ ബാനു രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ അംജദ് എന്ന പേരുള്ള മോനെ വിളിക്കാണ്ട്. 6 ബജ് ഗയേ ഹെ. 6 മണിയായി. ബൽദി ജൽദി ആവോ, നീ വേഗം എഴുന്നേറ്റിട്ട് വാ. തുമാരേ ലിയേ ഗരം ഗരം ചായ തയ്യാർ ഹെ. നിനക്ക് വേണ്ടി നല്ല ചൂടുള്ള ചായ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അംജദ് ജാഗ് ഉട്ട. അംജദ് പെട്ടെന്ന് എഴുന്നേറ്റു. ദേഖാ തോ
उसकी अम्मी जान ചായ ലേക്കർ ഉസ്കെ സാമനെ ഖടി ഹെ. അംജദ് എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്താ കാണുന്നത്? അവൻ്റെ അമ്മ ചായയുമായിട്ട് അവൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതായത് അംജദിൻ്റെ അമ്മ ചായയും എടുത്തിട്ട് അംജദിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അംജദ് കാണുന്നത്. വാ അമ്മി ജാൻ ആപ് മേരെ ലിയെ ക്യാ ക്യാ കർത്തി രഹ്തി ഹെ. ഓ ഉമ്മ, നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാണ് അംജദ് മനസ്സിൽ ചിന്തിക്കുകയാണ്. ഇനി നോക്കുക, മേരി മാം, ആ ഒരു കവിതയാണ്. ഈ കവിത നമ്മുടെ വിക്ടേഴ്സ് ചാനലിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. മേരി മാം, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ. മേരി മാം, എൻ്റെ ഉമ്മ. സബ്സെ പ്യാരി ഹെ വോ സബ്സെ അച്ചി ഹെ ജോ. ഉമ്മയെക്കുറിച്ച് പറയാണ്, ഉമ്മ വളരെയധികം പ്രിയപ്പെട്ട ഒരാളാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ്. വോ സബ്സെ അച്ചി ഹെ, ഉമ്മ ഏറ്റവും നല്ലതാണ്. മേരി മാം ഹി തൂ ഹെ സബ്സെ സച്ചി ഹെ ജോ. എൻ്റെ ഉമ്മ വളരെയധികം സത്യസന്ധയാണ്, സത്യസന്ധതയുള്ള ഒരാളാണ് എൻ്റെ ഉമ്മ. ഉസ്കെ ലബ് പേ സദാ മേരാ ഹി ദിക്ർ ഹെ. ഉമ്മയുടെ ഉസ്കെ ലബ് പറഞ്ഞ ചുണ്ടിൽ, സദാ എപ്പോഴും, ഉമ്മയുടെ ചുണ്ടുകളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള ചിന്തയാണ്. രാത്ത് ദിൻ ഉസ്കോ ബസ് മേരാ ഹി ഫിക്ർ ഹെ. എല്ലാ സമയവും, രാത്ത് ദിൻ എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും, അതായത് എല്ലാ സമയവും ഉമ്മാക്ക് എന്നെക്കുറിച്ചുള്ള ചിന്തകളാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് കവിതയിൽ പറയുന്നത്. കവിത നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ വീഡിയോ കേൾപ്പിച്ചു തരും പിന്നീട്. മേന്നെ ഖാവും തോ വോ ഖാന ഖാത്തി നഹി. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഉമ്മയും ഭക്ഷണം കഴിക്കൂല എന്നാണ് പറഞ്ഞത്. ചോടുക്കർ മുജുക്കോ, ചോടുക്കർ കണ്ടോ, ചോടുക്കർ മുജുക്കോ വോ ദൂർ ജാത്തി നഹി. എന്നെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ ഉമ്മ ദൂരെ എവിടെയും പോവുകയും ഇല്ല. മേരെ ഹർ ലഫ്സ് കോ ഉസ്നെ ദി ജിന്ദഗി. എൻ്റെ എല്ലാ വാക്കുകളും, അതായത് ഞാൻ എന്ത് പറഞ്ഞ എൻ്റെ വാക്കുകളാണ് അവർക്ക് ജീവിതം. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ എന്താ പറയുക, അംഗീകരിക്കും. ഞാൻ പറയുന്ന ഓരോ വാക്കുകളും അവർക്ക് ജീവന് തുല്യമാണ്. അതായത് ഇത് കവിതയാണ്. കവിതയോട് നമ്മൾ നേരെ അർത്ഥം വെച്ചതുകൊണ്ടായില്ല, നമുക്കതിൻ്റെ ഒരു ആശയം ആണ് പറയാൻ പറ്റുകയുള്ളൂ. മേരി ഹർ സാൻസ് മേം ഉസ്കി ഹി താസഗി. എൻ്റെ എല്ലാ ശ്വാസത്തിലും, എൻ്റെ എല്ലാ ഹൃദയമിടിപ്പിലും അവർക്കൊരു എന്താണ്, താസഗി, അവർക്കൊരു ഉണർവാണ്. ഉസ്കി കിസ്മത്ത് സെ റോഷൻ ഹെ കിസ്മത്ത് മേരി. അതിനുശേഷം പറയുന്നു, അവരാണ് എൻ്റെ ഭാഗ്യം, അല്ലേ, അവരാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഉസ്കെ കദമോം കെ നീച്ചേ ഹെ ജന്നത്ത് മേരി. അവരുടെ കാലിൻ്റെ ചോട്ടിലാണ് എൻ്റെ സ്വർഗം. ഉസ്കെ കദം, കദം എന്ന് പറഞ്ഞാൽ കാലടിപ്പാട്, കാൽപാദം എന്ന് പറയില്ലേ, കാലിൻ്റെ ചോട്, അതാണ് കദം. നീച്ചെ താഴെ, ജന്നത്ത് സ്വർഗം. മാം കി താസീം മേം ബർക്കത്തെ ഹെംസിയ. മാം ജോ റാസി ഹോ തോ റാസി ഹോഗ ഖുദ. അവസാനം പറയുന്നത്, ഉമ്മയെ ബഹുമാനിക്കുന്നതിലാണ് ബർക്കത്ത്. മാം കി താസീം, താസീം എന്ന് പറഞ്ഞാൽ ബഹുമാനം. ഉമ്മയെ ബഹുമാനിക്കുന്നതിലാണ് നമുക്കുള്ള എല്ലാ ബർക്കത്തുകളും. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐശ്വര്യം. നമുക്കുള്ള എല്ലാ ഐശ്വര്യവും കിട്ടുന്നത് ഉമ്മയെ ബഹുമാനിക്കുന്നതിലൂടെയാണ്. മാം ജോ റാസി ഹോ, ഉമ്മ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, തോ റാസി ഹോഗ ഹൂദ, അവരെ ദൈവവും അവരെ അള്ളാഹുവും ഇഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് അതിലുള്ള പ്രവർത്തനങ്ങൾ ഒന്ന് നോക്കാം. നസം മാം സബ് മിൽക്കർ ഗായെ. ഈ മാം എന്നുള്ള ഈ കവിത, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കവിത എല്ലാവരും ഒരുമിച്ച് ചൊല്ലാനാണ് പറയുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് തരും, നിങ്ങൾക്കത് പിന്നീട് പഠിക്കാം. നസം മാം മുഖ്തലിഫ് തർജോമെ ഗായെ. ഇതിന് പല രീതികളും, ഒരു രീതിയാണ് ഞാൻ ഈ ഇട്ട് തരാൻ പോകുന്നത്. ഇതുകൂടാതെ മറ്റു പല രീതികളും ഈ കവിതയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി കണ്ടെത്തിയിട്ട് ഈ കവിത ഒന്ന് ചൊല്ലാനാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇസ് നസം മേ ചന്ദ് ആവാസ് അൽഫാസ് ആത്തെ ഹേം വ ചുൻകർ ലിഖിയെ. ഈ കവിതയിൽ സമാന ശബ്ദ പദങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. ഇത് നോട്ടിലേക്ക് ഈ ചോദ്യം നിങ്ങൾ എഴുതിയെടുക്കണം. ഇസ് നസം മേ ചന്ദ് ആവാസ് അൽഫാസ് ആത്തെ ഹേം വ ചുൻകർ ലിഖിയെ. ഈ കവിതയിൽ ഒരുപാട് ഒരേപോലെ വരുന്ന വാക്കുകളുണ്ട്,
അത് നിങ്ങൾ തിരഞ്ഞു പിടിച്ച് എഴുതിയെടുക്കുക. ഹം ആവാസ് അൽഫാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമാന ശബ്ദപദങ്ങൾ, ഇംഗ്ലീഷിൽ അതിന് റൈമിംഗ് വേർഡ്സ് എന്ന് പറയും. അതൊന്ന് തിരഞ്ഞു പിടിച്ച് എഴുതുക. ഉദാഹരണത്തിന് ഇവിടെ ഘടി, അതുപോലെ കടി, ഈ രണ്ട് വാക്കും സമാന പദമാണ് അല്ലേ, ഒരേപോലെ വരുന്നുണ്ട്. ഇനി കവിതയൊന്ന് നോക്കി നമുക്ക് ആദ്യം മുതൽ നോക്കാം ഏതെല്ലാം വാക്കുകൾ വരുന്നുണ്ട് നോക്കാം. ഇവിടെ ഏതെങ്കിലും ഉണ്ടോ? പ്യാരി, കണ്ടോ? പ്യാരി, മേരി, രണ്ടും സമാന പദങ്ങളാണ്, സമാന ശബ്ദപദങ്ങൾ, ഒരേപോലെ വരുന്ന വാക്കുകളാണ് പ്യാരി, മേരി. നോട്ടിലേക്ക് നിങ്ങൾ കുറിച്ച് വെക്കണം. അതുപോലെ അച്ചി, സച്ചി, അച്ചി, സച്ചി, അതും എന്താണ് സമാന പദങ്ങളാണ്. അതുപോലെ ദിക്റ്, ഫിക്ർ, കണ്ടോ? ദിക്റ്, ഫിക്ർ, രണ്ട് വാക്ക് നോക്കിയേ. ദിക്റ്, ഫിക്ർ, അത് രണ്ടും സമാന പദം ആണ്. ഇനി നമുക്ക് ബാക്കിയുടെ നോക്കാം. ഘാത്തി, ജാതി, കണ്ടോ? ഇതുപോലുള്ള വാക്കുകൾ നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിനെയാണ് നമ്മൾ സമാന പദങ്ങൾ, ഹം ആവാസ് അൽഫാസ്. ചോദ്യം നോക്കിയേ. ഇസ് നസം മേ ചന്ദ് ഹം ആവാസ് അൽഫാസ് ഹെ വ ചുൻകർ ലിഖിയേ. ഈ കവിതയിൽ ഏതാനും ഹം ആവാസ് അൽഫാസ് ഉണ്ട്, അത് തിരഞ്ഞെടുത്ത് എഴുതുക. ഇപ്പോൾ നമ്മൾ കുറേ എണ്ണം കണ്ടു, ഇനിയും ഉണ്ടാവും അല്ലേ, നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. പിന്നെ അതുപോലെ ബച്ചോ माम के बारे में लिखी हुई और भी कई नज़म है, उन्हें ढूंढकर क्लास में पेश कीजिए. അതുപോലെ ഉമ്മയെക്കുറിച്ച് വേറെയും ഒരുപാട് കവിതകൾ ഉണ്ടാകും, ഉറുദുവിലുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടില്ലേ, അമ്മി അമ്മി ആവോന മുജ്കോ ദൂത് പിലാവോന എന്നുള്ള കവിത നമ്മൾ പഠിച്ചിട്ടില്ലേ. ആ കവിത ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. നിങ്ങളെല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം എന്നെ അത് കേൾപ്പിച്ചിരുന്നു. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ വർഷം നിങ്ങളെല്ലാവരും ആ കവിത എന്നെ പാടി കേൾപ്പിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ആ കവിത ഒന്ന് ആലപിച്ചാൽ മതി, ആ കവിത ഒന്ന് നോട്ടിലേക്ക് എഴുതി വെച്ചാൽ മതി. നോട്ടെല്ലാവരും ക്ലിയറാക്കി വെക്കണം. നമ്മൾ ജൂലൈ 15 ശേഷം നിങ്ങളുടെ എല്ലാവരുടെയും നോട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്, അതല്ലെങ്കിൽ നിങ്ങളെ സ്കൂളിലേക്ക് വരുത്തുന്നുണ്ട്. അപ്പോൾ നോട്ട് കൊണ്ട് എല്ലാവരും വരണം, നമ്മൾ പറയുന്ന ദിവസം വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഈ നോട്ടിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഇപ്പം നമ്മൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ മനസ്സിലായിട്ടില്ലേ? അമ്മാവാസ് അൽഫാസ് അല്ലേ, ഇതിലുള്ള അമ്മാവാസ് അൽഫാസ് നമുക്ക് തിരഞ്ഞെടുത്ത് എഴുതാനാണ് ഇപ്പോൾ പറഞ്ഞത്. ബാക്കി രണ്ടും നമുക്ക് പിന്നെ ഞാനതിൽ വീഡിയോ വിട്ടു തരും കേട്ടോ. അതുപോലെ ഉമ്മയെക്കുറിച്ച് പറയുന്ന കവിതകൾ വേറെയും തിരഞ്ഞെടുത്ത് എഴുതാൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്ന അമ്മി അമ്മി എന്നുള്ള കവിത എഴുതി വെച്ചാൽ മതി. ഇനി അടുത്ത ഭാഗം നോക്കുക. ദോശ ഔർ ചട്നി, ഈ പാഠമായിരുന്നു നമ്മുടെ വിക്ടേഴ്സ് ചാനൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നത്. അംജദിനെ ദാന്ത് മുഹ് സോഫ് കിയെ, അംജദ് മുഖവും പല്ലും തേച്ചു, അതായത് പല്ല് മുഖമൊക്കെ കഴുകിയിട്ട് വന്നു. നമ്മൾ രാവിലെ എഴുന്നേറ്റ പാടുന്ന എങ്ങനെ ചെയ്യാം, പ്രാഥമിക കർമ്മങ്ങൾ അല്ലേ. നമ്മൾ എഴുന്നേറ്റ പാട് നമ്മൾ മുഖവും പല്ലൊക്കെ കഴുകി വരും. നഹാ ദോക്കർ, അവൻ കുളിച്ചിട്ട്, നഹാന എന്ന് പറഞ്ഞാൽ കുളിക്കുക. കപ്പടെ ബദലെ, അവൻ വസ്ത്രങ്ങളെല്ലാം മാറ്റി. ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് വാക്കുകൾ അർത്ഥങ്ങളൊക്കെ എഴുതി വെക്കണം കേട്ടോ. ഇവിടെ ദാന്ത് എന്ന് പറഞ്ഞ പല്ല്, സ്വാഫ് കർണ വൃത്തിയാക്കുക, നഹാന കുളിക്കുക, കപ്പടെ വസ്ത്രം. അതുപോലെ ഇതെല്ലാം നിങ്ങൾ ചെയ്യുക. ഹുദ എന്ന് പറഞ്ഞാൽ ദൈവം, ദുആ പ്രാർത്ഥന, പുക്കാറിന വിളിക്കുക. ഈ വാക്കുകളൊക്കെ നിങ്ങളൊന്ന് നോട്ടിലേക്ക് എഴുതി വെക്കുക. അംജദിനെ ദാന്ത് മുഹ് സോഫ് കിയെ, അംജദ് മുഖവും പല്ലും തേച്ചു, അതായത് മുഖം കഴുകി, അതുപോലെ പല്ല് തേച്ചു. നഹാ ദോക്കർ കപ്പടെ ബദലെ, അവൻ കുളിച്ചിട്ട് വസ്ത്രങ്ങളെല്ലാം മാറി. അവർ ഹുദാസെ ദ്വാ മാങ്കി, എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇത്തനെ മേം അമ്മി പുക്കാറിനെ ലഗി, അപ്പോഴേക്കും അമ്മ വിളിക്കാൻ തുടങ്ങി. ബേട്ടെ അംജദ് നാശ്ത തയ്യാർ ഹേ, മോനെ അംജദ് ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, നാശ്ത തയ്യാർ ഹേ, ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. നാനി അമ്മ കോബി ബുലാനോ, നീ എന്താണ് മുത്തശ്ശിയെയും വിളിക്കും. നാനി അമ്മ, നമ്മൾ നേരത്തെ ദാദി എന്ന് പറഞ്ഞില്ലേ, ദാദി എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ ഉമ്മയാണ്.
നാനി എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ ഉമ്മയാണ്. നാനി അമ്മാക്കോ ബി ബുലാലോ, ഹം സബ് മിൽക്കർ നാഷ്ത കരേം, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അമ്മി ബാവർച്ചി ഖാനെ സെ നാഷ്ത ലേക്കർ ആയി, അമ്മ അടുക്കളയിൽ നിന്ന് ഭക്ഷണവുമായി വന്നു. യാ ദേക്കർ അംജദിനെ പൂച്ച, ഇത് കണ്ടപ്പോൾ അംജദ് ചോദിച്ചു. ഇപ്പൊ സംഭവം ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? രാവിലെ അംജദ് എഴുന്നേറ്റ് കുളിച്ചു, പിന്നെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോഴേക്കും അമ്മ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി അവിടെ വെച്ചു അല്ലേ. അമ്മ പറഞ്ഞു, മുത്തശ്ശിയെയും കൂടി വിളിച്ചോ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അതായത് വല്യമ്മയെ കൂടി വിളിച്ചോ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു. ഇനി നോക്കുക, അംജദും ഉമ്മയും തമ്മിലുള്ള സംഭാഷണമാണ്. നിങ്ങൾക്കിത് എഴുതാനുണ്ട്. നമ്മളൊരു സംഭാഷണം എഴുതുമ്പോൾ, ഒരു സംഭാഷണം നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മളെന്താ ചെയ്യാം? ആദ്യം ആദാബ് എന്ന് പറയും. ഞാൻ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ നിങ്ങളോട് ആദാബ് എന്ന് പറഞ്ഞില്ലേ? ആദാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമസ്കാരം. അവസാനം നമ്മൾ എന്താ പറയുക? ശുക്രിയ, ഖുദാ ഹാഫിസ്, അങ്ങനെയും പറയും. ഒരു സംഭാഷണം അവസാനിക്കുമ്പോൾ നമ്മൾ ശുക്രിയ, ഖുദാ ഹാഫിസ് എന്ന് പറയും. ഇവിടെ നോക്കുക, സംഭാഷണം ആരംഭിക്കുകയാണ്. ഒരു വീട്ടിലെ ചുറ്റുപാടാണ് അല്ലേ? ഒരു വീട്ടിലെ സംഭവങ്ങളാണ് പറയുന്നത്. അംജദ്, അമ്മി ആജ് നാശ്ത കേലിയെ ക്യാ ക്യാ പക്കായ ഹേ. അംജദ് ഉമ്മയോട് ചോദിക്കാണ്, ഉമ്മ ഇന്ന് രാവിലെ ഭക്ഷണത്തിന് വേണ്ടി എന്താണ് ഉണ്ടാക്കിയത്? ഇന്ന് നിങ്ങൾ എന്താണ് ചായക്ക് ഉണ്ടാക്കിയത്? ഉമ്മ പറയുന്നു, അമ്മി ഗരം ഗരം ദോശ और ചട്നി ഹെ ബേട്ടെ, ജി ബർക്കെ ഖാലേന. ആ, നല്ല ചൂടുള്ള ദോശയും ചട്നിയും ഉണ്ട്, നീ മനം നിറയെ ഭക്ഷിച്ചോ, അതായത് നിന്റെ ഇഷ്ടം പോലെ കഴിച്ചോ. എന്തുണ്ട്? നല്ല ചൂടുള്ള ദോശയും ചട്നിയും ഉണ്ട്. അമ്മി, ये क्या बात है अम्मी जान, आज भी डोसा है, आप പൊറാട്ട ക്യോം नहीं बनाते. ഉമ്മാനോട് ചോദിക്കാണ്, ഇതെന്താ ഉമ്മ എന്നും ഒരു ദോശയും ചട്നിയും, ഇന്നും ദോശയും ചട്നിയും തന്നെയാണോ? നിങ്ങൾക്ക് എന്താ ഇടയ്ക്കൊരു പൊറാട്ട ഉണ്ടാക്കിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. ആപ്പ് പൊറോട്ട ക്യോം നെഹിം ബനാത്തെ, നിങ്ങൾക്ക് എന്താ പൊറാട്ട ഉണ്ടാക്കിക്കൂടെ? അമ്മി, നെഹി ബേട്ടെ, പൊറോട്ട സിഹത്ത് കെ ലിയെ ടീക്ക് നെഹി ഹെ. ആ, വേണ്ട മോനെ, പൊറോട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഇനി അടുത്ത ഭാഗം നോക്കുക. അംജദ് വീണ്ടും പറയുന്നു, ടീക്ക് ഹെ അമ്മി ജാൻ, मैं जल्दी नाश्ता कर लूँ, आज छुट्टी है ना, मुझे कुछ काम भी है. എന്താ പറയുന്നത്? ആ ശരി ഉമ്മ, എനിക്ക് വേഗം ഭക്ഷണം തരൂ, ഇന്ന് ഒരു അവധി ദിവസമല്ലേ. മുജെ കുച്ച് കാം ബി ഹെ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതുകൊണ്ട് എനിക്ക് വേഗം ഭക്ഷണം തരൂ എന്ന് പറഞ്ഞു. അമ്മി, അപ്പോൾ ഉമ്മ ചോദിക്കാണ്, ക്യാ കാം ഹെ ബേട്ടെ, ജരാ മുജെ ബി ബത്താവൂ. ആ, എന്താ മോനെ നിനക്ക് ജോലി? നിനക്കെന്താ ഇത്ര തിരക്ക്? എന്നോടൊന്ന് പറയൂ. അംജദ് പറയുന്നു, അമ്മി കൽ സ്കൂൾ മേം ജോ പൗധാ ദിയേ थे ഉൻ പൗധോം കോ ഭാവ് മേ ലഗാനാ ഹെ. എന്താണ്? എനിക്ക് ഇന്നലെ സ്കൂളിൽ നിന്ന് ഒരു ചെടി കിട്ടിയിരുന്നു, ഒരു വൃക്ഷത്തൈ കിട്ടിയിരുന്നു. ആ തൈയിനെ നമുക്കെന്ത് വേണം? തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കണം. അതായിരുന്നു എൻ്റെ ജോലി. നിങ്ങൾക്കെല്ലാവർക്കും ജൂൺ 5 നിങ്ങളെല്ലാവരും ഓരോ വൃക്ഷത്തൈ നട്ടിട്ടില്ലേ? അതുപോലെ നമ്മൾ മുമ്പൊക്കെ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് ഓരോ തൈകൾ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് കഴിഞ്ഞ വർഷവും ഈ വർഷവും കൊടുത്തിട്ടില്ല. അങ്ങനെ ഈ വൃക്ഷത്തൈ കൊടുക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? അത് വീട്ടിൽ കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കും. അതുപോലെ നമ്മുടെ അംജദിനും ഒരു തൈ കൊടുത്തിരുന്നു. അംജദ് ആ തൈ പിന്നെ തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അമ്മി, ടീക്ക് ഹേ ബേട്ട, मैं भी तुम्हारी मदद करूँगी. അപ്പോൾ ഉമ്മ പറയാണ്, ആ ശരി മോനെ, ഞാനും നിന്നെ സഹായിക്കാം. മദത് കർണ, സഹായിക്കുക. ഈ വാക്കിൻ്റെ അർത്ഥങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. ബാഗ് തോട്ടം, പൗധ ചെടി, അതുപോലെ വേറെ അവിടെ കിട്ടാത്ത വാക്കുകൾ ചുട്ടി അവധി, നാഷ്ത ഭക്ഷണം, അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ഈ കാം ജോലി, ഈ വാക്കുകളൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വെക്കണം. വാക്കർത്ഥങ്ങളൊക്കെ എന്ന് എഴുതി വെക്കണം. ഇനി ഒരു പഠന പ്രവർത്തനം ഇവിടെ ഉണ്ട്. ബച്ചോ നീച്ചെ ദോ ബർത്തനോ മേ നാശ്ത തയ്യാർ കർ രഖാ ഹെ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം, സ്ക്രീനിൽ
ഇത് ക്ലിയർ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ നോക്കണം കേട്ടോ. ബച്ചേ नीचे के दो बर्तनों में नाश्ता तैयार करके रखा है. താഴെ 2 പാത്രങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് താഴെ ഉണ്ട്. സഹി ചോട് ചുൻകർ താലി മേൻ രഖേ. ശരിയായ ജോഡി നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യണം, ഈ പാത്രങ്ങളിൽ വെക്കുക. ആപ്കെ പസന്ദീദ ഖാനെ കെ ബാരെ മേ ചന്ദ് ജുംല ഭി ലിഖിയേ. ഇത് മാത്രം പോരാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഭക്ഷണത്തെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുകയും വേണം. ഉദാഹരണത്തിന് ഇവിടെ റോട്ടി ദാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2 ഭക്ഷണങ്ങൾ. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്താം, ഇഡ്ലി സാമ്പാർ വേണമെങ്കിൽ ഇതാം. ഇവിടെ വേറെ എന്തെല്ലാം ഭക്ഷണങ്ങളുണ്ട്, പത്തിരി ഉണ്ട്, ദോശ ഉണ്ട്, ദോശ ചട്നി എന്ന് വേണമെങ്കിൽ ഇവിടെ ഇതാ അല്ലേ. അതുപോലെ വേറെന്താണ്, പൂരി, ആലു ഭാജി, ഇങ്ങനെ ഓരോ സെറ്റുകൾ. ഇവിടെ നിങ്ങൾ ഇതിൽ നിന്ന് ഒന്നെടുക്കുക, ഇവിടെ നിന്ന് ഒന്നെടുക്കുക. എന്നിട്ടത് അതായത് ചേരുന്നത് ഇവിടെ പുട്ടാണെങ്കിൽ ഇവിടെ പ്ലേറ്റിൽ പുട്ട് എഴുതുകയാണെങ്കിൽ ഇതിൽ തൊട്ടുപുറത്ത് തന്നെ സാമ്പാർ എന്ന് എഴുതണം. അതുപോലെ ചേരുന്നത് നിങ്ങൾ പരസ്പരം ചേരുമ്പടി ചേർക്കുക. മനസ്സിലായല്ലോ. ഞാനതിൻ്റെ ഒരു കാർഡ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ അടുത്ത പേജ് നോക്കുക. അംജദ്, ഈ പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞ പ്രവർത്തനം നിങ്ങൾ നോട്ടിൽ എഴുതി എന്നെ കാണിക്കണം കേട്ടോ. അംജദ് और अम्मी जान बाग में पौधा लगे रहे थे. അങ്ങനെ അംജദും ഉമ്മയും കൂടി പൂന്തോട്ടത്തിൽ ആ ചെടി വെച്ച് പിടിപ്പിക്കുകയായിരുന്നു. ഇസ് വക്ത് പടോസി രാമു ചാച്ച വഹാം ആയി. അപ്പോഴേക്കും പടോസി എന്ന് പറഞ്ഞാൽ അയൽവാസി, അവരുടെ അയൽവാസിയായ രാമു ചാച്ച അവിടേക്ക് വന്നു. അവർ പൂച്ചനെ ലഗി. എന്നിട്ട് രാമു ചാച്ച ചോദിക്കാൻ തുടങ്ങി. പിന്നെ ആരെയാണ് സംസാരിക്കുന്നത്, രാമു ചാച്ചയും അതുപോലെ അംജദും, രാമുവേട്ടനും അംജദും തമ്മിലുള്ള സംഭാഷണമാണ്. പിന്നെ രാമു ചാച്ച അംജദിനോട് ചോദിക്കുകയാണ്, അരെ അംജദ് ബേട്ടാ തും ക്യാ കർ രഹേ ഹോ. മോനെ അംജദേ, നീ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അംജദ് അന്നേരം എന്താ മറുപടി പറയാം, എന്തായിരിക്കും മറുപടി പറയാം, മേം പൗദ ലഗാ രഹാ ഹേ. നിങ്ങൾ എഴുതി കാണിക്കണം. പൗദ എന്നുള്ള വാക്ക് ഇവിടെ ഉണ്ട്, ഇവിടെ കണ്ടോ, മേം പൗദ ലഗാ രഹാ ഹേ, അവിടെ എഴുതിയാൽ മതി കേട്ടോ. അപ്പം രാമു ചാച്ച എന്തായിരിക്കും ചോദിക്കുക, ഇത് എന്ത് മരമാണെന്ന് ചോദിക്കും അല്ലേ. ഏ കോൻസി പൗദ ഹേ, ഇത് എന്ത് ചെടിയാണ്. അംജദ് എന്തായിരിക്കും പറയാ, ഇതൊരു മാവിൻ തൈയാണ് എന്ന് പറയാം അല്ലേ. ഏ ആം കി പേട് ഹേ. അങ്ങനെ രാമു ചാച്ച എന്ത് പറയും, ശുക്രിയ എന്ന് പറഞ്ഞു പോകും അല്ലേ. അപ്പൊ അംജദും ശുക്രിയ ഹുദാഫിസ് എന്ന് പറയും. ഈ സംഭാഷണം നിങ്ങളൊന്ന് എഴുതിയെടുക്കണം. സംഭാഷണത്തിന്റെ കണ്ടന്റ് ഞാൻ പറഞ്ഞു അല്ലേ. ഏറ്റവും ആദ്യം രാമു ചാച്ച ചോദിക്കുകയാണ്, അരെ അംജദ് ബേട്ട തും ക്യാ കർ രഹേ ഹോ. മോനെ അംജദ്, നീ അവിടെ എന്താണ് ചെയ്യുന്നത്. അംജദ് എന്താ പറയാ, മേം പൗദ ലഗാ രഹേ ഹേം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മേം പൗദ ലഗാ രഹേ ഹേം, ഞാനൊരു ചെടി നട്ടുപിടിപ്പിക്കുകയാണ്. അപ്പോൾ രാമുവേട്ടൻ ചോദിക്കുകയാണ്, കോൻസി പൗദ ലഗാ രഹേ ഹേം, അല്ലെങ്കിൽ കോൻസി പൗദ, ഏത് ചെടിയാണ്. അപ്പൊ അംജദ് പറയും, ഏക്ക് ആം കാ പൗദ അല്ലേ, ഒരു അല്ലെങ്കിൽ ഏക്ക് ആം കാ പൗദ, ഒരു മാവിൻ തൈ. രാമു ചാച്ച ശുക്രിയ എന്ന് പറയും, അംജദും ശുക്രിയ എന്ന് പറയും. അത്ര മതി. ഇനി बच्चों അടുത്ത ചോദ്യം നോക്കുക. बच्चों अमजद को यौम माहौलियात मनाने के लिए स्कूल से चंद पौधा दिए गए हैं. കുട്ടികളെ, പരിസ്ഥിതി ദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അംജദിന് സ്കൂളിൽ നിന്ന് കുറച്ച് ചെടികൾ കിട്ടിയിരുന്നു. ഹർ സാൽ ഹം ഇസ് തരാ കെ കൈ ഖാസ് ദിൻ മനായ ജാ രഹേ ഹൈ. നമ്മളും ഇതുപോലെ എല്ലാ വർഷവും കുറച്ച് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട്. ആ പൈസ കിത്തനെ ഖാസ് ദിനോ കെ നാം ജാനത്തെ ഹൈ. അത്തരത്തിലുള്ള, അതായത് ചോദ്യം മനസ്സിലായോ. അംജദ് കോ യോമ മാഹൗലിയാത്ത് മനാനെ കെ ലിയെ സ്കൂൾ സെ ചന്ദ് പൗധ ദിയ ഗയേ ഹൈ. പരിസ്ഥിതി ദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അംജദിന് സ്കൂളിൽ നിന്ന് ഏതാനും വൃക്ഷത്തൈകൾ കിട്ടി. ഇനി ആണ് ചോദ്യം, ഹർ സാൽ
हम इस तरह के कई खास दिन മനാത്തെ ആ രഹേ ഹെ. നമ്മൾ എല്ലാ വർഷവും ഇതുപോലുള്ള ചില പ്രത്യേക ദിനങ്ങൾ ആചരിക്കാറുണ്ട്. ചില പ്രത്യേക ദിനങ്ങൾ നമ്മൾ ആഘോഷിക്കാറുണ്ട് അല്ലെങ്കിൽ ആചരിക്കാറുണ്ട്. ആ പൈസെ കിതനെ ഖാസ് ദിനോं के नाम जानते हैं. നിങ്ങൾക്ക് അത്തരത്തിലുള്ള എത്ര ദിനങ്ങളുടെ പേര് അറിയാം? ഗ്രൂഹുമേ ചർച്ച കർക്കെ ലിഖിയെ, താഴെ എഴുതുക. ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് യൗമെ മാഹൗലിയാത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. യൗമെ മാഹൗലിയാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിസ്ഥിതി ദിനം. അതെന്താണ്? ജൂൺ 5. ഇനി നമുക്ക് എന്ത് ചെയ്താം? യൗമെ അത്ഫാൽ. യൗമെ അത്ഫാൽ എന്താണ്? അത്ഫാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ശിശുദിനം. ശിശുദിനം എന്താണ്? നവംബർ 14. അതിവിടെ എഴുതാം. ഇവിടെ യൗമെ അത്ഫാൽ എന്ന് എഴുതുക, ഇവിടെ നവംബർ 14 എന്ന് എഴുതുക. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം വായനാ ദിനം ആചരിച്ചു അല്ലേ? അതെന്നായിരുന്നു? എന്നാണെന്ന് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാണ് നമ്മൾ വായനാ ദിനം ആചരിച്ചത്? വായനാ ദിനത്തിൽ എന്താ പറയുക? അന്ന് നമ്മൾ പോസ്റ്റർ ഇട്ടിരുന്നു, യൗമെ മുത്താലിയ, യൗമെ മുത്താലിയ. അത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എഴുതുക. ഇനി അതുപോലെ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യദിനം ആഗസ്റ്റ് 15. സ്വാതന്ത്ര്യദിനത്തിൽ എന്താ പറയുക? യൗമെ ആസാദി, യൗമെ ആസാദി, യൗമെ ആസാദി. മറക്കരുത്, യൗമെ ആസാദി എന്നാണ്? ആഗസ്റ്റ് 15. ഇവിടെ യൗമെ ആസാദി എന്ന് എഴുതുക, ഇവിടെ ആഗസ്റ്റ് 15 എന്ന് എഴുതുക. ഇനി റിപ്പബ്ലിക് ദിനത്തിൽ എന്താ പറയുക? കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, യൗമെ ജംഹൂരിയ അല്ലേ? യൗമെ ജംഹൂരിയ എന്ന് എഴുതുക. ഇവിടെ ജനുവരി 26 അല്ലേ? ജനുവരി 26 റിപ്പബ്ലിക് ദിനം. ഇനി അതുപോലെ വേറെ ഏതൊക്കെ ദിനങ്ങൾ നിങ്ങൾക്കറിയാം? അധ്യാപക ദിനം അറിയാം അല്ലേ? അധ്യാപക ദിനത്തിൽ എന്താ പറയുക? യൗമെ അസാത്തിദ, യൗമെ അസാത്തിദ, യൗമെ അസാത്തിദ. അത് എന്നാണെന്ന് വെച്ചാൽ ഇവിടെ എഴുതുക. എല്ലാം ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ, നിങ്ങൾ കണ്ടുപിടിച്ചെഴുതണം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അല്ലേ? മറ്റു കാര്യങ്ങൾ എനിക്കറിയാം. യൗമെ ഗാന്ധി, ഗാന്ധി ജയന്തി എന്നാണ്? ഒക്ടോബർ എത്രയാണ്? 2. അതെല്ലാം ഇവിടെ എഴുതി വെക്കുക കേട്ടോ. ഇപ്പം ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. യൗമെ മാഹൗലിയാത്ത്, പരിസ്ഥിതി ദിനം ജൂൺ 5. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? യൗമെ അത്ഫാൽ, ശിശുദിനം നവംബർ 14. യൗമെ മുത്താലിയ, വായനാ ദിനം എന്ന വെച്ച് എഴുതുക. പിന്നെ അതുപോലെ യൗമെ അസാത്തിദ, അധ്യാപക ദിനം എന്നാണെന്ന് അറിയുമെങ്കിൽ ഇവിടെ എഴുതുക. പിന്നെ അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം കേട്ടോ, ബ്ലാങ്ക് ഇടാൻ പാടില്ല. പിന്നെ അതുപോലെ വേറെന്തെല്ലാം നമ്മൾ പറഞ്ഞിരുന്നത്? യൗമെ ഗാന്ധി, ഗാന്ധി ജയന്തി എന്നാണ് അറിയാലോ, ഇവിടെ എഴുതി വെക്കുക. പിന്നെ വേറെ ഒരുപാടുണ്ട്. യൗമെ ആബ്, ജലദിനം, അങ്ങനെ ഉണ്ട്. അത് ദിവസം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആരോടെങ്കിലും ചോദിച്ചിട്ട് എഴുതിയാൽ മതി. ഇതുപോലെ നമ്മൾ സാധാരണഗതിയിൽ എല്ലാ വർഷവും ആഘോഷിക്കാറുള്ള ദിവസങ്ങളുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ആ ഡേറ്റ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഒന്ന് എഴുതാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. പിന്നെ അടുത്ത പേജ് നോക്കുക. ഹഫ്ത. അങ്ങനെ बच्चों ऊपर दिए गए अल्फाज और से पढ़िए. इसी तरह के और भी चंद हम हवाज अल्फाज हैं, उन्हें ढूंढ कर लिखे. നമുക്കിപ്പോൾ ഈ ചോദ്യം നമുക്കിപ്പോൾ വേണ്ട. आप सुबह से शाम तक, അടുത്ത ചോദ്യം നോക്കട്ടോ. आप सुबह से शाम तक क्या क्या करते हैं, कहाँ कहाँ जाते हैं, आपकी एक दिन की डायरी നോട്ട് തയ്യാർ കീജിയെ. നിങ്ങൾ ഈ ചോദ്യം നിങ്ങൾ എല്ലാവരും എഴുതി വെക്കണം. ഒരു ദിവസം സുബഹ് സെ ഷാം തക്ക്, ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള സമയങ്ങളിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു? കഹാം കഹാം ജാത്തേ ഹെ, നിങ്ങൾ എവിടെയെല്ലാം പോകുന്നു? ആപ്കെ ഏക് ദിൻ കി ഡയറി നോട്ട് തയ്യാർ കീജിയെ, നിങ്ങൾ ഒരു ദിവസത്തേക്കുള്ള ഡയറി നോട്ട് തയ്യാറാക്കുക. നമ്മൾ നേരത്തെ അംജദിന്റെ കാര്യം പറഞ്ഞു അല്ലേ? അംജദ് സുബഹ് സവേരെ 5 ബജെ ഉട അല്ലേ? അംജദ് അതിരാവിലെ 5 മണിക്ക് എഴുന്നേറ്റു. അംജദ് എഴുന്നേറ്റ സമയം 6 മണിയാണ് അല്ലേ? 6 ബജെ ഉട. നമ്മളിവിടെ പറയുന്നത് നമ്മൾ ഒരു ദിവസം ആജ്, ഇന്ന്, മേം സുബഹ് സവേരെ 5 ബജെ ഉട, ഇന്ന് ഞാൻ അതിരാവിലെ 6 മണിക്ക് എഴുന്നേറ്റു.
ഇന്ന് ഞാൻ അതിരാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് എന്താ ചെയ്തത്? എഴുന്നേറ്റ പാട് എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, സാറ് പറഞ്ഞില്ലേ, ദാന്ത് മുഹ് സോഫ് കിയ, എന്ത് ചെയ്തു? മുഖവും പല്ലും തേച്ചു, അതായത് മുഖവും പല്ലൊക്കെ വൃത്തിയാക്കി അല്ലേ. എന്നിട്ട് പിന്നെന്ത് ചെയ്തു? സുബൈക്ക് നമാസ് പഠി. അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ്സിലുണ്ട്, ഒക്കെ അതേപോലെ എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. സുബഹി നമസ്കാരം നിർവഹിച്ചു. പിന്നെന്ത് ചെയ്തു? ദോക്കർ, നമ്മൾ കുളിച്ചു അല്ലേ. അതിനുശേഷം കപ്പട ബദല, നമ്മൾ എന്ത് ചെയ്തു? വസ്ത്രം മാറി അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് അംജദ് എന്താ ചെയ്തത്? അംജദ് നേരെ എന്താ ചെയ്തത്? നേരെ പോയിട്ട് ചെടി നടുകയാണ് ചെയ്തത്. നമ്മളെന്താ ചെയ്യുക? നമ്മൾ കുറച്ച് നേരം കളിക്കും അല്ലേ. മൈതാൻ മേങ്കയ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? മൈതാനത്തേക്ക്, ഗ്രൗണ്ടിലേക്ക് പോയി. ഫുട്ബോൾ ഖേല, എന്നിട്ട് ഞാൻ ഫുട്ബോൾ കളിച്ചു അല്ലേ. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഉച്ചയായി അല്ലേ. ഉച്ചയായപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചു അല്ലേ. ഖാന ഖായ, ഞാൻ ഭക്ഷണം കഴിച്ചു. പിന്നെ അതുപോലെ വേറെന്തെല്ലാം ചെയ്തിട്ടുണ്ടാവും? എല്ലാം വളരെ ലളിതമായ രീതിയിൽ, വളരെ സിമ്പിളായ രീതിയിൽ നിങ്ങൾ ഒരു ദിവസത്തെ ഡയറി നോട്ട് ഒന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കുക അല്ലേ. വളരെ സിമ്പിളായ രീതിയിൽ ചെയ്താൽ മതി. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? രാത്രി ഉറങ്ങുന്നു അല്ലേ. അങ്ങനെ രാത്രിയായി, രാത്രി ഹോഗയ അല്ലേ, രാത്രിയായി. മാം നീന്ത് മാം സോനയിലേക്ക്, ഞാൻ എന്ത് ചെയ്തു? ഉറങ്ങാൻ ആരംഭിച്ചു, ഞാൻ ഉറങ്ങി. അത്ര മതി. ചെറിയൊരു ഡയറി നോട്ട് നിങ്ങളെല്ലാവരും തയ്യാറാക്കി കാണിക്കണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രവർത്തനത്തിൻ്റെ ഒരു കാർഡ് ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, ഇത് നോക്കിയേ. ഭക്ഷണങ്ങളെ, ഇത് 2 സെറ്റ് ഭക്ഷണങ്ങളാണ്. നമ്മൾ നേരത്തെ ഒരു പാത്രത്തിൽ കുറേ കണ്ടില്ലേ, അതുപോലുള്ള ഭക്ഷണങ്ങളാണ്. ഇവിടെ എന്തെല്ലാം ഉണ്ട്? പൂരി, റോട്ടി, പുട്ടു, ഇഡ്ഡലി, പത്തിരി, ദോശ അല്ലേ. ഇവിടെ കറിയായിട്ട് ഗോബി, സാമ്പാർ, ചട്നി, ആലു ഭാജി, ദാൽ, മസാല, ചന മസാല എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കടലക്കറി, ഇതെല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഇതിന് ഓരോന്നിൻ്റെ താഴെ എഴുതി വെച്ചാൽ മതി, ഈ സെറ്റ് എഴുതി വെച്ചാൽ മതി. ഇവിടെ എന്തെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്? ചപ്പാത്തിയും അതുപോലെ ഒരു കറിയും കാണുന്നുണ്ട് അല്ലേ. നമുക്ക് അവിടെ എന്ത് ചെയ്താം? റോട്ടി, ദാൽ എന്ന് വേണമെങ്കിൽ എഴുതാം. ഇവിടെ ഇതിൽ നിന്ന് റോട്ടി എടുക്കുക, ഇവിടെ ദാൽ എന്നിവിടെ ഉണ്ട്, ഇതിവിടെ എഴുതി വെച്ചാൽ മതി. ഇവിടെ പൂരി കണ്ടോ? ഈ താഴെ പൂരി ഉണ്ട്, പൂരിൻ്റെ കൂടെ എന്താ ഉള്ളത്? ബാജി ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് പൂരി എന്ന് വാക്ക് എഴുതുക, ഇവിടെ എഴുതുക. ബാജി എന്ന വാക്ക് ഇവിടെ ഉണ്ട്, ആലു ബാജി അല്ലേ, ഇവിടെ എഴുതുക. അത് നിങ്ങൾ സെറ്റാക്കിയിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾ ഇതുപോലെ വരക്കൊന്നും വേണ്ട. നിങ്ങൾ പരസ്പരം ചേരുന്ന ഭക്ഷണങ്ങൾ ഇതിൽ നിന്ന് ഒന്നെടുക്കുക, ഇതിൽ നിന്നും ഒന്നെടുക്കുക. ഇത് പുട്ട്, അതുപോലെ ദോശ, അങ്ങനെ സംഭവങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ മൊത്തം കറികളാണ്. അപ്പോൾ അതിൽ നിന്ന് 2ൽ നിന്നും ഓരോന്ന് എടുത്തിട്ട് നിങ്ങൾ ചേരുമ്പടി ചേർത്ത് എഴുതിയാൽ മതി. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു അംജദ് എന്ത് ചെയ്യായിരുന്നു? അംജദും അമ്മയും കൂടി അവിടെ ചെടി നടുകയായിരുന്നു അല്ലേ. അംജദ് और अम्मी जान बाग में पौधा लगा रहे थे. അംജദും ഉമ്മയും കൂടി തോട്ടത്തിൽ ചെടി നടുകയായിരുന്നു. ഇസ് വക്ത് പടോസി രാമു ചാച്ച വഹാം ആയി. ആ സമയത്ത് അയൽവാസിയായ രാമു ചാച്ച അവിടേക്ക് വന്നു. രാമു ചാച്ച और അംജദ് ബേട്ട, രാമു ചാച്ച അവിടെ വന്നു. അവർ പൂച്ചനിലേക്ക്, എന്നിട്ട് രാമു ചാച്ച ചോദിക്കാൻ തുടങ്ങാണ്. രാമു ചാച്ചയും അംജദും തമ്മിലുള്ള സംഭാഷണമാണ് പിന്നീട് കാണുന്നത്. നോക്കുക. രാമു ചാച്ച അരെ അംജദ് ബേട്ട തും ക്യാ കർ രഹേ ഹോ. രാമു ചാച്ച ചോദിക്കാണ്, അരെ അംജദ് ബേട്ട, മോനെ അംജദേ, നീ ഇവിടെ എന്ത് ചെയ്യാണ്? തും ക്യാ കർ രഹേ ഹോ, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അംജദ് പറയുന്നു, മേം ഡാഷ് ലഗാ രഹാ ഹേ. ഇവിടെ എന്താ എഴുതേണ്ടത്? മേം പൗദ, കണ്ടോ അവിടെ കണ്ടോ പൗദ. ഞാൻ മേം പൗദ ലഗാ രഹാഹും, ഞാനൊരു ചെടി നട്ടുപിടിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് എഴുതണം? പൗദ എന്ന് എഴുതണം. നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഇത് മൊത്തം എഴുതണം കേട്ടോ. പിന്നെ രാമു ചാച്ച വീണ്ടും ചോദിക്കുകയാണ്, ഏ കോൻസാ പൗദാ ഹേ, ഇത് എന്ത് ചെടിയാണ് മോനെ? അപ്പം എന്താ പറയാ? എന്ത് ചെടിയാണ്? എന്തെങ്കിലും പറയാം അല്ലേ. കട്ഹൽ എന്ന് പറഞ്ഞാൽ ചക്ക, അമ്രൂദ് പേരക്ക, ആം എന്ന് പറഞ്ഞാൽ മാങ്ങ,
നമുക്ക് തൽക്കാലം യെ ആം കി പൗധാ ഹേ എന്ന് പറയാം. ഇതൊരു മാങ്ങയുടെ ചെടിയാണ്, ഒരു മാവിൻ തൈയാണ്. രാമു ചാച്ച വീണ്ടും ചോദിക്കുകയാണ്, യെ കഹാം സെ മിൽത്താ ഹേ, മോനത് എവിടുന്നാ കിട്ടിയത്? അംജദിന് ഈ ചെടി എവിടുന്നാ കിട്ടിയത്? യെ സ്കൂൾ സെ മില, ഇത് സ്കൂളിൽ നിന്നാണ് കിട്ടിയത്. രാമു ചാച്ച വീണ്ടും ചോദിക്കുന്നു, പൗധാ ലഗാന അച്ഛാ കാം ഹേ, ചെടി നടുക എന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. അംജദ് പറയാണ് ജി എന്ന് പറഞ്ഞ് ശുക്രിയ ഖുദാ ഹാഫിസ്, അത്രയും പറഞ്ഞ് നമുക്കത് നിർത്താം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നലത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നിങ്ങൾ ടീച്ചർ തന്ന ആ ക്ലാസ്സും ഞാനിപ്പോൾ ഇട്ട് തന്ന ഈ ക്ലാസ്സും ഇത് രണ്ടും കൂടി ഒന്ന് കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. നോട്ടുകളൊക്കെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വളരെ ഭംഗിയായിട്ട് ചെയ്ത് എന്നെ കാണിക്കുക. നോട്ട് എന്തായാലും നിങ്ങൾ എഴുതേണ്ടി വരും. നോട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ ഏത് ടീച്ചേഴ്സിൻ്റെ വിഷയമാണെങ്കിലും നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കുക. ഇത്രയും ആണ് പറയേണ്ടത്. ഇനി അടുത്ത പാഠം നമുക്ക് ക്ലാസ് വിക്ടേഴ്സിൽ വന്നതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ് എടുക്കാവുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും നന്ദി. ശുക്രിയ. ഖുദാ ഹാഫിസ്.